അധിക തീരുവ നടപടി ചർച്ചകളിലൂടെ പരിഹരിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇന്ത്യ. തീരുവ കുത്തനെ കൂട്ടിയതുമൂലം ഇന്ത്യയുടെ കയറ്റുമതി മേഖല പ്രതിസന്ധിയിലാകുമെന്നാണ് ആശങ്ക. അതേസമയം മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം കൂടുതൽ ഊർജിതമാക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അമേരിക്കയ്ക്കെതിരെ പെട്ടെന്നൊരു നടപടി വേണ്ട എന്നാണ് ഇന്ത്യയുടെ തീരുമാനം. PR അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക്, കയറ്റുമതി പ്രതിസന്ധിയിലേക്കൊക്കെ ഇന്ത്യ പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനെ എങ്ങനെ മറികടക്കാമെന്നുള്ള ചർച്ചകൾ നടന്നു വരുന്നു. അതിനിടയിലാണ് റഷ്യയുമായുള്ള കൂടിക്കാഴ്ച, അതായത് പുടിനുമായുള്ള കൂടിക്കാഴ്ചയും പുടിനെ ഇന്ത്യയിലേക്ക് വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു വശത്തുകൂടെ സംഭവിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയ്ക്കെതിരെ ഒരു നടപടി എടുത്തുകൊണ്ട് അമേരിക്കയെ കൂടുതൽ പ്രകോപനത്തിലാക്കേണ്ട, ചർച്ചകളിലൂടെ പരിഹരിക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം, അല്ലേ? അതിൽസിന്തും സാഹചര്യം സൂക്ഷ്മമായി തന്നെയാണ് കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചു വരുന്നത്. എടുത്തുചാടിയൊരു തീരുമാനത്തിലേക്ക് പോകണ്ട എന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ അടക്കം തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങി കൊടുക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നില്ലെന്നും കേന്ദ്ര സർക്കാർ പറയുന്നു. പക്ഷേ ഇന്ത്യൻ വിപണികളിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾ തുടരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അമേരിക്കയിലേക്കുള്ള കയറ്റുമതി 40 മുതൽ 60% വരെ കുറഞ്ഞേക്കുമെന്നതാണ് ഇപ്പോൾ ഒരു വിലയിരുത്തലുള്ളത്. അത് ഇന്ത്യയുടെ കാർഷിക മത്സ്യ മേഖലകളെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് തന്നെ മറ്റ് ചർച്ചകളിലേക്ക് ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ വരും മണിക്കൂറുകളിൽ കടന്നേക്കും. മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം കൂടുതൽ ഊർജിതമാക്കുവാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു നീക്കം നടത്തുന്നത്. അമേരിക്കയ്ക്ക് ബദലായി മറ്റ് രാജ്യങ്ങളെ കൂടുതൽ സമീപിക്കുക, അവരുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുക എന്നതാണ് ഇന്ത്യയുടെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയെന്ന് പറയുന്നത്. അതേസമയം അമേരിക്കയുടെ പിഴ തീരുവയിൽ ഇത്തരത്തിൽ പകര തീരുവ ഏർപ്പെടുത്തിയേക്കില്ല. കാരണം മറ്റൊരു തീരുമാനത്തിലേക്ക് പോകണ്ട എന്ന് തന്നെ ഇന്ത്യ ഇപ്പോൾ ഒരു നിലപാട് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചിരുന്നു. ദീർഘനേരമായിരുന്നു, വലിയ രീതിയിലുള്ള സംസാരമായിരുന്നു നടന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കൃത്യമായി അമേരിക്കയുടെ നിലപാടുകളെ ഇത്തരത്തിൽ പുടിനെ നരേന്ദ്രമോദി അറിയിച്ചു എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ നടക്കുന്ന ചർച്ചകൾ ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ട്രംപിന്റെ നടപടിയെ ശക്തമായി തന്നെ ഇന്ത്യ അപലപിച്ചിട്ടുണ്ട്. ട്രംപ് ഈ തീരുവ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വന്നിരുന്നു. യുക്തിരഹിതവും അതുപോലെ തന്നെ ഇത്തരത്തിൽ കൂടിയാലോചനകളോ അല്ലെങ്കിൽ ഏകാധിപത്യമായിട്ട് എടുത്തൊരു തീരുമാനമെന്നതായിരുന്നു പ്രധാനമായും ഇന്ത്യ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ കർശന നടപടികളിലേക്ക് അല്ലെങ്കിൽ അമേരിക്കയ്ക്കെതിരെ കർശന ഉപാധികളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പകരമായ തീരുവ ചുമത്തുന്ന നിലപാടുകളിലേക്കൊന്നും ഇന്ത്യ കടന്നേക്കില്ല. വരും മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കും. നേരത്തെ തന്നെ ട്രംപിന്റെ നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. പല രാജ്യങ്ങൾക്കെതിരെയും ഇത്തരത്തിലുള്ള അധിക തീരുവ ചുമത്തുകയും അത് പിന്നീട് പിൻവലിക്കുകയെല്ലാം ചെയ്തിരുന്നു. ഇതൊരു ഭീഷണിയുടെ സ്വരം എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നത്. ഒരുപക്ഷെ ട്രംപിന്റെ ഒരു പിന്മാറ്റവും കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ഊർജിതമാക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ നിലവിൽ വഴങ്ങിക്കൊടുക്കേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്.